12 മണിയായപ്പോൾ മെക്ഡൊണാൾഡ്സിൽ ഓർഡർ ചെയ്തപ്പോൾ ഈ ഒരു പുള്ളിക്കാരനോട് ചുമ്മാ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് പോയൊരു സെൽഫി എടുക്കാൻ പോയതാണ്. എനിവേ കൊള്ളാം. അപ്പോൾ രാത്രി 2 മണി അവസ്ഥയാണ്. ഇനി വീട്ടിലോട്ട് എത്തുമ്പോൾ എങ്ങനെ പോലും മണി 3, പിന്നെ വല്ലതും കഴിച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ 4 മണിയാവും. പട്ടാട്ട കറക്റ്റ് രാത്രി 2 മണി. ഇനി ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇനി 24 കിലോമീറ്റർ. സൊമാറ്റോ ലാസ്റ്റ് ഓർഡർ അടിച്ചങ്ങ് തോട്ടി വിട്ടു. ഇപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് കാര്യവട്ടം ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത്, കാര്യവട്ടം ക്യാമ്പസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് 2000 സംതിങ് രൂപ അടുപ്പിച്ച് ഏൺ ചെയ്തു. അതായത് ഈ ആഴ്ച വലുതായിട്ട് ഓടിയിട്ടില്ലായിരുന്നു. അറൗണ്ട് ഞാൻ കളിച്ച് നിന്നു. പക്ഷേ ഇന്ന് ഒരു ദിവസം കൊണ്ട് 2000 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് 27 ഓർഡർ ടോട്ടലി എടുത്തു. അപ്പോൾ എനിവേ രാത്രി 2 മണിയായിട്ടുണ്ട്. രാത്രി 2 മണിക്ക് കഴക്കൂട്ടം കാണാൻ നല്ലൊരു രസമാണ്. കാരണം ഇത്രയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നിടത്ത് വണ്ടി ഇങ്ങനെ വളരെ കുറച്ച് വണ്ടി മാത്രം പോകുമ്പോഴേ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ മുകളിൽ പാലമാണ്, അവിടെ കൂടെയാണ് NH പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഈ വീക്ക് നമ്മൾ ഏൺ ചെയ്തത് 2973 ഈ വീക്ക് എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയ്ക്ക് മുമ്പാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ 17-ാം തീയതി ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് വയ്യാതെ ഞാൻ തിരിച്ച് ഓഫ് അടിച്ചു. കാരണം ടോട്ടലി നല്ല ബാക്ക് പെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ അടുപ്പിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, അതായത് ഒരു റെസ്റ്റും ഇല്ലാതെ അത്യാവശ്യം ഓടിയിട്ടുണ്ടായിരുന്നു. 12-ാം തീയതി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ 17, 18, 19, 20-ാം തീയതി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് ബൈക്കിൻ്റെ സ്ക്രീന് പെട്ടെന്ന് ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ബൈക്ക് ചീത്തയായിരുന്നു. നേരെ പിന്നെ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എന്തോ ക്ലോക്ക് എന്തോ റീസെറ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു. അവരപ്പോഴേ തന്നെ ഓക്കെ ആക്കി തന്നു. അപ്പോൾ അന്ന് പിന്നെ അങ്ങനെ 1-2 ജിഗ് ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ടോട്ടലി ഇറങ്ങാനൊരു മടി. കാരണം കഴിഞ്ഞ 3 ദിവസം ലീവ് എടുത്തതുകൊണ്ട് വീണ്ടും എടുക്കാനൊരു മടി തോന്നിയോണ്ട് ഞാൻ ഇറങ്ങിയില്ല. പിന്നെ 21-ാം തീയതിയാണ് ഇറങ്ങിയത്. സോ 21-ാം തീയതി ഇറങ്ങി ഞാൻ ഫുൾ അടിച്ചു. 22-ാം തീയതി ഇറങ്ങി. 22-ാം തീയതി ഞാൻ ജസ്റ്റ് പീക്ക് മാത്രമേ നിന്നുള്ളൂ. പക്ഷേ പീക്ക് മാത്രം അവർ 636 രൂപ തന്നിട്ടുണ്ട്. 636-ൽ 436 കിട്ടും. കാരണം 200 രൂപ സംതിങ് ഞാൻ 21-ാം തീയതി അടിച്ചതാണ്. കാരണം 21-ാം തീയതി എനിക്ക് ഞാൻ ഫുൾ ഏൺ ചെയ്തു. ഞാൻ ഡെയിലി കാണിച്ചു തരാം നിങ്ങൾക്ക്. 21-ാം തീയതി ഞാൻ ഡെയിലി ഫുള്ള് കയറി. അതായത് 1744 പിന്നെ നമുക്കൊരു 200 രൂപയും, അതായത് 2000 രൂപ അടുപ്പിച്ച് കറക്റ്റ് കിട്ടി. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. വെച്ചാൽ ഒരു ദിവസം ഇറങ്ങിയിട്ട് അടുത്ത ദിവസം ഓഫ് അടിക്കാം, എന്നിട്ട് അടുത്ത ദിവസം ഇറങ്ങാം, അങ്ങനെ പോകാം. അതാണ് ഏറ്റവും ബെറ്റർ ആയ കാര്യം. സോ അപ്പോൾ ഈ വീക്ക് നമ്മൾ ഇതിപ്പോൾ 2 ദിവസമായിട്ട് കൂട്ടാം. അപ്പോൾ ടോട്ടലി 2973 രൂപ നമുക്ക് 2 ദിവസമായിട്ട് കൂട്ടാം. അതായത് ഒരു ദിവസം 2000, പിന്നെ ബാക്കി ഒരു ദിവസം 973, അങ്ങനെ കറക്റ്റ് കണക്കൂട്ടാം. സോ അതാകുമ്പോഴത്തേക്കും നമുക്ക് 2 ദിവസത്തെ ഒരു പേയ്മെൻറ്റ് നമുക്ക് നമ്മുടെ ടോട്ടലി ഈ പറയുന്ന 1 ലാഖിൻ്റെ ഇതിൽ കുറയ്ക്കാം. അല്ലാതെ ഒറ്റ ദിവസമായിട്ട് കൂട്ടുന്നില്ല. കാരണം ഇതൊന്നും നമുക്ക് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. ആകെ 1 മണിക്കൂർ, അരമണിക്കൂറൊക്കെ നിന്ന് ഒരു ഓർഡർ കൊടുത്തിട്ട് ഞാൻ അണച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂട്ടാത്തത്. പക്ഷേ നമുക്ക് 2 ദിവസം 21, 22 നമുക്ക് കറക്റ്റായിട്ട് കണക്കൂട്ടാം. ഈ 4 ദിവസം നമുക്ക് ഓഫായിട്ട് എടുക്കാം. അപ്പോൾ എനിവേ നിങ്ങൾ ഈ വീഡിയോസ് കാണുക. ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഓഫ് എടുക്കേണ്ടി വരും. എന്നാൽ പോലും നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ഫാർ ബെറ്റർ അല്ല. 19,867 രൂപയുണ്ട്. നാളെ കൊണ്ടൊരു 21,000 രൂപയിൽ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്ന് ഇപ്പോൾ ഡേറ്റ് 23. സോ നാളെ മീൻസ് ഇന്ന് ഞാനിപ്പോൾ രാവിലെ 2 മണിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ ഇനിയും നമുക്ക് 2 ആഴ്ച മീൻസ് ഇനി 24 തൊട്ട് 30, പിന്നെ 31 ഒരു ദിവസമുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ മാസം 265 ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലേക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ ഇത്രയും എടുത്തത്. 300 ഓർഡറെങ്കിലും നമുക്ക് അതിൽ കൂടുതൽ തയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. 300-350 ഓർഡറെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. സോ ഈ മന്ത് അങ്ങനെയാണെങ്കിൽ ഒരു 25,000 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് കയറും. നമുക്കൊരു 30-ലേക്ക് പിടിക്കാം. കാരണം ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്, 7-8 ദിവസമാണ്. നമുക്കൊരു 25 രൂപയിലെങ്കിലും ഏറ്റവും മിനിമം പിടിക്കണം. അപ്പോൾ സോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.